നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനകത്ത് പ്രചരണങ്ങളും കാര്യങ്ങളും അതിൻ്റെ ആവേശക്കൊടിമുടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് സ്ഥാനാർത്ഥികളെ വിലയിരുത്തുന്ന സമയത്ത് വിജയസാധ്യത ആർക്കാണ് എന്നാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് തന്നെയാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ നിലവിലെ സാഹചര്യത്തിൽ വിജയസാധ്യത ഉള്ളത്. കാരണം അത്രത്തോളം നല്ലൊരു സ്ഥാനാർത്ഥിയെ ഇനി ഈ നിയോജകമണ്ഡലത്തിൽ കിട്ടുമോ എന്നുള്ളത് തന്നെ സമീപകാലത്ത് നിന്നല്ല ദീർഘകാലത്തേക്ക് തന്നെ സംശയമാണ്. കാരണം ഇവിടെ സ്വരാജ് ജയിച്ചിരിക്കും. സ്വരാജ് നല്ലൊരു കാൻഡിഡേറ്റാണ്. കാരണം ഈ മണ്ഡലത്തിലെ എല്ലാ ആൾക്കാരും അറിയപ്പെടുന്ന ഒരു ആളാണ്. കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ ഹൈടെക്കായി മാറി. ഈ റോഡുകൾ ഇപ്പോൾ ഈ പോകുന്ന ഈ റോഡുകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ അംഗനവാടികൾ, പെൻഷന് 1600 രൂപ കൊടുക്കുന്ന പെൻഷന് അത് 18 മാസം കുടിശ്ശികയാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. അത് 1600 രൂപ മാസമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മാസത്തെ പൈസ മാത്രമേ ഉള്ളൂ പെൻഡിങ്ങിൽ നിൽക്കുന്നത്. അതും ഇപ്പോൾ സർക്കാർ കൊടുക്കും. സ്വരാജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വരാജ് ഒരു വർഷം MLA ആയി മത്സരിച്ച് നല്ല പ്രകടനവും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ച ആളൊക്കെ തന്നെയാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വേണ്ടതും അങ്ങനത്തെ ഒരു MLA ആണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ പിന്നോക്കം നിൽക്കുന്ന ഈ നിലമ്പൂർ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ വികസനം കൊടുക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഈ 9 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഈ മണ്ഡലത്തിന് കോടിക്കണക്കിന് റുപ്യൻ്റെ വികസന പദ്ധതികൾ നടപ്പാക്കി. സ്വരാജ് എന്നൊരു വ്യക്തി വന്നുകൊണ്ടാണ് നമുക്കിവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലം തന്നെ അതിൻ്റെ ഒരു ആവശ്യത്തിലേക്ക് മാറിയത്. അതായത് ആ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളാണെങ്കിലും യുവജനങ്ങൾ കൂടുതൽ ആകർഷിക്കുന്നതാണ്. മറ്റൊന്ന്, യുവജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് സാധ്യതയുള്ളൊരു വ്യക്തിയും അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയും സ്വരാജ് ആണെന്നുള്ളതാണ് കൂടുതലായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. വികസനങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ വികസനമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെ വരണം. തീർച്ചയായിട്ടും സ്വരാജ് തന്നെയാണ് അതിന് കുറച്ചും കൂടെ മുൻകൂട്ടി കാണുന്ന അല്ലെങ്കിൽ അനുഗാമിയായിട്ടുള്ള വ്യക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം ഇവിടുത്തെ യുവജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ സ്വരാജേട്ടൻ വിജയിക്കണം എന്നാണ് ഒരു ആഗ്രഹമുള്ളത്. നിലപാടുള്ള ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയത്തിൽ ഏതിനെ കുറിച്ചാണെങ്കിലും നല്ല അറിവും കാര്യങ്ങളും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. സ്വരാജേട്ടൻ്റെ നിലപാടുകൾ, ആ യുദ്ധത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ നമ്മുടെ വീടിൻ്റെ മുന്നിലെത്തുന്നത് വരെ അത് നമുക്കൊരു കാഴ്ച വസ്തു കേൾവി അതിന് മാറി ചിന്തിക്കൂലേ. അവർ നല്ലൊരു വ്യക്തിക്കും ഒരു നല്ല മനസ്സിനുടമയുള്ള ഒരാൾക്ക് അത് തോന്നുള്ളൂ. അങ്ങനെ ഒരാകല്ലേ നമ്മൾ ജയിപ്പിക്കേണ്ടത്.